അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വളരെ എളുപ്പത്തിൽ നല്ല കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല മടിയുള്ളവരാണെന്നുണ്ടെങ്കിലും എന്നും നമ്മൾ ഉച്ചയ്ക്ക് സാധാ ചോറും കറികളൊക്കെ കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ മടുത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് മാത്രമല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയിട്ടുള്ളൊരു ചോറാണ് ഇത്. അപ്പോൾ എങ്ങനെയാണിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഞാനിപ്പോൾ ഈ ഒരു റൈസ് നമ്മളെ ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബീഫ്, ചിക്കൻ, മട്ടൻ, ഇനിയിപ്പം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ടിട്ടും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മിൻസ്ഡ് ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബീഫാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുക്കാനൊക്കെ മോർണിംഗിൽ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കുക്കറിൽ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് രാവിലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് മിൻസ്ഡ് ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ള ഏതൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും കുറച്ച് മഷ്റൂമും ബ്രൊക്കോളിയും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു ബ്രൊക്കോളിയും മഷ്റൂമും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു റൈസിൽ ചേർത്തിട്ട് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതാ കയ്യിലുള്ള ഏതൊക്കെ വെജിറ്റബിൾസാണ്. ഇനിയിപ്പം ക്യാരറ്റും നമ്മൾ ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും ഇട്ടിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റും ഒരു 4 മഷ്റൂമും കുറച്ച് ബ്രോക്കോളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു റൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഞാൻ മുൻപ് ഒരു 2 റൈസിൻ്റെ വീഡിയോ ഇട്ടതിൽ നല്ലോണം ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വലിയവർക്കൊക്കെയാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞെടുക്കില്ലേ, അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ റൈസിൽ കാണാൻ. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് മഷ്റൂമും ബ്രൊക്കോളിയൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾസാണ്. എന്നാലും കുറച്ച് ഇഷ്ടമില്ലാത്തത് ഈ ഒരു ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊക്കെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയിൽ മുറിച്ചെടുക്കരുത്. ചെറിയൊരു തിക്നെസ് കുറച്ചിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ മോർണിംഗിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയിലൊക്കെ മുറിച്ചിടുന്ന സമയത്ത് അത് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ മോർണിംഗിൽ അറിയാമല്ലോ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണമായിരിക്കും. അപ്പോൾ തിക്നെസ് കുറച്ചിട്ട് നല്ല തിന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളേ. ഇനിയിപ്പോൾ ഇതാ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ബ്രൊക്കോളി ഞാനിപ്പം നമ്മൾ ആ ഒരു വലിയ ബ്രൊക്കോളി വന്ന് ഒരു 5-6 പീസ് അടർത്തി എടുത്തതാണ്. അതും നമ്മൾ ചെറുതായിട്ടൊന്നങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ തന്നെ ഇടുന്നില്ല, ഒരു 3-4 പീസൊക്കെ ആയിട്ട് കത്തിയോണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ലഞ്ച് ബോക്സ് സീരീസ് ആയിട്ട് ഓൾറെഡി 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ക്യാപ്സിക്കവും ചിക്കനും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസും പിന്നെ ചീരയും പയറും എഗ്ഗും ഒക്കെ ഇട്ടിട്ടുള്ള മറ്റൊരു റൈസും. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേരൻസ് കുട്ടികൾക്ക് എന്തോ ലഞ്ച് ബോക്സിൽ കൊടുക്കുമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് മറക്കാതെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള 2 റൈസ് തന്നെയായിരുന്നു അതും. അപ്പോൾ അന്ന് ഒന്ന് ചിക്കൻ വെച്ചിട്ടും ഒന്ന് എഗ്ഗും വെജിറ്റബിൾസും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ബീഫ് വെച്ചിട്ട്. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും കുട്ടികളുടെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്തും മാറ്റുകയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു റൈസിൽ ആഡ് ചെയ്യുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മഷ്റൂമും കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. മഷ്റൂം ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ആ ഒരു ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കറുപ്പ് കളർ വന്നിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റ് വൈസ് നന്നായിട്ട് ഉണ്ടായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കട്ട് ചെയ്ത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പമായിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസും തലേ ദിവസം തന്നെ വേവിച്ച് മാറ്റി വെക്കുക. എന്നാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു വെജിറ്റബിൾസും ബീഫും ഒക്കെ ഒന്ന് ബട്ടറിൽ വഴറ്റി എടുക്കേണ്ട ആ ഒരു ടൈം മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നമുക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി എളുപ്പമായി കിട്ടും.
അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം ഈ ഒരു റൈസൊക്കെ തലേ ദിവസം തന്നെ വേവിച്ച് വെക്കും. ഇതിപ്പം ജസ്റ്റ് വെജിറ്റബിൾസ് മാത്രം ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം മിൻസ്ഡ് ബീഫാണല്ലോ ഞാൻ എടുത്തത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട ടൈം മാത്രമേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഇത് നല്ലോണം കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുക്കുന്നുണ്ട്. ഇത് നല്ലോണം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ക്രഷ് ചെയ്യുന്നല്ല കേട്ടോ. ഇതും നമുക്ക് നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ഫ്ലേവറിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുകയും ചെയ്യാം കേട്ടോ. ആ ഒരു ഗാർലിക്കും ജിഞ്ചറൊക്കെ, പിന്നെ എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പച്ചമുളകും സ്കിപ്പ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 അല്ലിയോളം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകി നീളത്തിൽ കട്ട് ചെയ്ത് അതും എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിൻസ്ഡ് ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വേവിച്ചെടുത്താലും മതി. അപ്പോൾ അതാ മിൻസ്ഡ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ കഴുകില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ എന്തായാലും കഴുകി എടുക്കാറുണ്ട്. ജസ്റ്റ് ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം കഴുകി അതിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അതാ ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ റൈസ് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു മസാല വഴറ്റിയെടുക്കുന്നത്. ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളത്തിൽ ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് അത് തിളച്ചാൽ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് 1/4 ഭാഗം കുക്കായാൽ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഊറ്റിയിട്ട്. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ബട്ടറാണ് എടുത്തത്. നമുക്ക് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം ബട്ടർ മെൽട്ടായാലും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചക്കൊത്ത് മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്യൂബ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റൊരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ ഇത് ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ബീഫിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വേവാൻ വെക്കുക. ഇതിപ്പോൾ മിൻസ്ഡ് ബീഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളൂ. ഞാനിപ്പോൾ നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിപ്പം ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും കൂടിയിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ആ ഒരു റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗിൽ ഈ ഒരു റൈസ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ബീഫ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കുറച്ച് മന്തി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള മന്തി മസാല ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഫ്ലേവറിനോ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മീറ്റ് മസാല വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കനിലാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ മസാല ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ആ ഒരു മന്തി മസാലയും ചേർത്ത് നല്ലോണം ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ക്യാരറ്റും ബ്രൊക്കോളിയും മഷ്റൂം ഒക്കെ ഒന്നങ്ങ് വെന്ത് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത്, ചെറുതായി ഒന്നങ്ങ് കുക്കായി കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ കടിക്കുന്ന സമയത്ത് അത് നല്ല സോഫ്റ്റായിട്ട് വരണം, ആ ഒരു പരുവം മാത്രം മതി. അല്ലാതെ ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോകരുത്, അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ആ ഒരു റൈസിന്. അപ്പോൾ ഇതാ ഇതൊന്നങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി, ഇതിപ്പം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്, അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ തന്നെ ആ ഒരു പച്ചക്കറികൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു വെജിറ്റബിൾസ് കൂടി ഇട്ടിട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ ബീഫ് നല്ലോണം നമുക്ക് കുക്കായി കിട്ടുവേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ സോയാ സോസ് ഞാനൊരു ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനിയിപ്പോൾ റൈസും മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1/4 ഭാഗം മാത്രമല്ലേ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് വേവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മസാലയും അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം റൈസിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് നമുക്ക് റൈത്ത, പിക്കിള് പോലുള്ള സൈഡ് ഡിഷോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇനിയിപ്പം എന്നും ഒരേ രീതിയിൽ സാധാ വെറുംചോറും കറികളും ഒക്കെ കഴിച്ച് മടുത്തവരാണെന്നുണ്ടെങ്കിലും പിന്നെ മന്തി, മജ്ബൂസ്, കബ്സ, ബിരിയാണിയൊക്കെ അധികവും കഴിക്കുന്നതായിരിക്കില്ല. അങ്ങനെയൊക്കെ കഴിച്ച് മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഈ ഒരു റൈസ് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പം സ്കൂളിൽ മക്കൾക്ക് എന്ത് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുന്ന കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന പേരൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക്സ് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.